അച്ഛാ ദേ ഈ വണ്ടി കിടക്കുന്ന സ്ഥലത്തുനിന്നേ ആ ഹോട്ടൽ വരെ ഞാൻ പോയിട്ടുള്ളൂ. താനെന്തിനാ അങ്ങനെ ചെയ്തേ? ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അവനെയും കൂട്ടി വീട്ടിൽ വന്നാ പോരായിരുന്നോ? അവിടുന്ന് കഴിച്ചാ പോരെ? അച്ഛാ വീട്ടിൽ പോകുന്ന കാര്യം എത്രയോ തവണ ഞാൻ സാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, കേക്കണ്ടേ? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുമില്ല കുടിച്ചിട്ടുമില്ല. താൻ പോയി എന്തെങ്കിലും വാങ്ങിട്ട് വാ, നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. ഇങ്ങനെ ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയോ? വണ്ടി ലോക്കെ കെട്ടി സാറോട് പോയി. ശ്ശോ. ശ്ശോ. ഈ സാറ് എങ്ങോട്ടാ പോയത്? എന്താ ഈ സാറ് കാണിക്കുന്നത്? ചതിച്ചല്ലോ കർത്താവേ, സ്വിച്ച് ഓഫ് ആണല്ലോ. അയ്യോ. ചേട്ടാ ഒരു മിനിറ്റ് ഒന്നേ. ചേട്ടാ ഈ വണ്ടിയിലുള്ള സാറ് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്തു പറ്റി? അല്ല എന്നെ കാത്തേ ഒരാൾ ഇവിടെ നിപ്പുണ്ടായിരുന്നേ. ഇപ്പൊ വന്നപ്പോ വണ്ടിയിൽ ആളില്ല. അത്രേ ഉള്ളോ? അതിപ്പോ വല്ല ചായ കുടിക്കാനോ മറ്റോ പോയതായിരിക്കും. എന്നാ ശരി. എന്റെ കർത്താവ്, ഇത് ഞാൻ എന്നാ ചെയ്യ? അമ്മയോട് ഇനി എന്നാ പറയുന്നത്? ചേട്ടാ ഒരു മിനിറ്റ്. അതെ, ആ വണ്ടിന്നേ ഒരു സാറ് ഇറങ്ങി പോകുന്ന വല്ലതും കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അല്ല ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും? നമ്മൾ അതൊന്നും നോക്കാറില്ല സാറേ. ഈ സിറ്റിയിലൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ? എന്താ സാറേ, വല്ല പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. രണ്ടു ദിവസം കഴിയുമ്പോ പൈസ തരാന്നല്ലേ അയാൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്കത് അഡ്വക്കേറ്റിനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? പണം റെഡിയാണെന്ന്. അയ്യോ, ഞാനത് ആലോചിക്കായിരുന്നു. നീ വിളിക്ക്. 2 ദിവസം എന്നുള്ളത് 1-2 ദിവസം കൂട്ടി പറഞ്ഞോ. എന്തെങ്കിലും തടസ്സം വന്നാലേ പിന്നെ അയാള് ചൊറിയണ്ടല്ലോ. ഹലോ. ഹലോ സർ, ഞാൻ കൃഷ്ണയാ. ഏത് കൃഷ്ണ? സാറിന്റെ അടുത്ത് ഒരു കേസ് ഏൽപ്പിച്ച. സാറിന്റെ അടുത്ത് ഒത്തിരി പേര് കേസ് ഏൽപ്പിക്കാറുണ്ട്. എല്ലാവരെയും ഓർത്തിരിക്കാൻ പറ്റില്ല. അത് എന്റെ അച്ഛന്റെ കേസാണ് സർ, അനിയൻ കുഞ്ഞ്. ഓ, ആ കേസാണോ? നിങ്ങൾ പണവുമായി എത്താമെന്ന് സാറിനോട് പറഞ്ഞിട്ടല്ലേ പോയത്? എന്നിട്ട് പിന്നെ കണ്ടില്ലല്ലോ. സാറത് മനസ്സിൽ നിന്ന് വിട്ടെന്നാ തോന്നുന്നേ. അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങള് കാശൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോ റെഡിയായോ? റെഡിയായിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞാലേ ഞങ്ങള് പണമായിട്ട് അങ്ങോട്ടേക്ക് വരാം. വരുന്നതിന് മുന്നേ ഒന്ന് വിളിക്കാം. വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വിളിക്കുകയൊന്നും വേണ്ട. പണം കയ്യിലുണ്ടെങ്കിൽ വരാം. കേസ് സാറ് തന്നെ നടത്തിക്കോളും. അല്ലാതെ ഈ വഴിക്ക് വന്നു പോരുത്. എന്താടി? വല്ലാത്ത ആർത്തിയാ. പണം കയ്യിലുണ്ടെങ്കിൽ മാത്രം നേരിട്ട് അങ്ങോട്ട് ചെന്നോളാൻ, അല്ലാതെ ആ വഴിക്ക് അങ്ങോട്ട് ചെല്ലരുതെന്ന്. എന്ത് ചെയ്യാനാ? അയാള് എന്തോ ഒരു കുഴപ്പം പോലെ എനിക്ക് തോന്നുന്നേ. കേസ് ജയിക്കാൻ കഴിവുള്ള വക്കീല, അതാ നമുക്ക് പ്രധാനം. വേറൊന്നും ഇപ്പൊ നമ്മൾ ആലോചിക്കണ്ട. 4 ദിവസം ആവുമ്പോ പണമായിട്ട് അങ്ങോട്ട് ചെല്ലണം, അല്ലെങ്കിൽ കേസ് വിട്ടളയെന്നൊക്കെയാ പറയുന്നേ. എല്ലാം ശരിയാകുമെടി. 4 ദിവസത്തിനുള്ളിൽ എല്ലാം ക്ലിയർ ആകും. അച്ഛന് വേണ്ടി നീ ഇറങ്ങുകയും ചെയ്യും. അച്ഛാ ദേ ഈ വണ്ടി കിടക്കുന്ന സ്ഥലത്തുനിന്നേ ആ ഹോട്ടൽ വരെ ഞാൻ പോയിട്ടുള്ളൂ. താനെന്തിനാ അങ്ങനെ ചെയ്തേ? ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അവനെയും കൂട്ടി വീട്ടിൽ വന്നാ പോരായിരുന്നോ? അവിടുന്ന് കഴിച്ചാ പോരെ? അച്ഛാ വീട്ടിൽ പോകുന്ന കാര്യം എത്രയോ തവണ ഞാൻ സാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, കേക്കണ്ടേ? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുമില്ല കുടിച്ചിട്ടുമില്ല. താൻ പോയി എന്തെങ്കിലും വാങ്ങിട്ട് വാ, നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി. ഇങ്ങനെ ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയോ? സത്യം പറഞ്ഞ ഉള്ളു പറിച്ചിട്ടാ അച്ഛാ ഞാൻ വിളിക്കായിരുന്നത്. ഇനി താമസിച്ചാ പറ്റില്ല മാണിക്കുഞ്ഞെ, നമുക്ക് പോലീസിൽ പറയാം. അച്ഛാ സുമിത്രയുടെ കാര്യ
നവീനെ കാണാനില്ല എന്നൊരു വാർത്ത കേട്ടാ അയാൾ പിന്നെ വീണെടുത്തുനിന്ന് എഴുന്നേൽക്കില്ല. അത്രയ്ക്ക് ടെൻഷനില്ല ഓരോ നിമിഷവും അയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നവീൻ സാറ് നമ്മുടെ കൂടെ ഇല്ലാതെ എനിക്ക് ആ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല അച്ഛാ. ഈ കേസ് കൊടുക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ചു പോരെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാണിക്കുഞ്ഞെ? അച്ഛാ? കേസ് കൊടുത്താൽ അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പൊ പിന്നെ വാദി പ്രതിയാവും. പിന്നെ ചിലപ്പോഴൊക്കെ നവീൻ സാറ് നമ്മളെ പറ്റിച്ച് ഇതുപോലെ പോകാറുണ്ടല്ലോ. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ എവിടുന്നെങ്കിലും പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അച്ഛാ ഞാനിപ്പോഴും ഉള്ളത്. മുമ്പ് നവീനെ കുറിച്ച് എനിക്ക് വലിയ അഭിമാനമായിരുന്നു. ആരെങ്കിലും പേടിക്കുന്ന കണ്ട അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള പ്രതിവിധി കുറച്ചു നേരം നവീന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാൽ മതിയെന്നാ. പേടി മാറാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ആ മുഖത്തുനിന്ന് കിട്ടുന്നു പറയും. പക്ഷെ ഇപ്പോഴത്തെ നവീൻ അങ്ങനെയല്ലല്ലോ മാണിക്കുഞ്ഞെ. അവൻ വല്ലാതെ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചുറ്റും കാണുന്ന ഒന്നിനെയും വിശ്വാസമില്ലെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ മോന്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ ഒരു നശിച്ച കല്യാണ. അതിൽ സംശയമൊന്നുമില്ല അച്ഛാ. ഇതെന്ത് കല്യാണാ, എന്ത് വിവാഹ ജീവിതാ, എന്തൊക്കെയാ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത്? ഇതൊക്കെയാണ് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓ, ഇതൊക്കെ ആരെ കൊണ്ട് താങ്ങാൻ പറ്റും? ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചു ദൂരം കൂടി നടന്നു നോക്കാം. തബ എന്താ മോളെ നീ ആഹാരം കഴിക്കാത്തെ? എനിക്ക് വേണ്ട മമ്മി, വിശപ്പില്ല. നോക്കുമോളെ, ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ മമ്മി എപ്പോഴും നിന്നെ നിർബന്ധിക്കേണ്ടി വരിക എന്ന് വെച്ചാ? മമ്മിയെ വിഷമിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പറ്റഞ്ഞിട്ടാ മമ്മി. വേണമെങ്കിൽ ഞാൻ കുറച്ച് കണ്ട് ആഹാരം കഴിച്ചോളാം. ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മമ്മി കഴിക്കാതിരിക്കണ്ട. മമ്മിയും സിനിച്ചേച്ചും പോയി കഴിച്ചോ. മാമിന് കഴിക്കാൻ എടുത്തു വെക്കട്ടെ? മോള് പട്ടിണി കിടക്കുമ്പോ ഞാൻ കഴിക്കാറുണ്ടോ സിനി? കുറച്ച് കഴിഞ്ഞിട്ട് അവള് കഴിക്കാന്ന് പറഞ്ഞല്ലോ, നോക്കാം. മാം, ബിസിനസിന്റെ കാര്യങ്ങളിൽ മാം ഇപ്പൊ ശ്രദ്ധിക്കുന്നതേയില്ല. മാനേജർ എന്നെ വിളിച്ചപ്പോ ഒരു പരാതി പോലെ എന്നോട് പറയുകയും ചെയ്തു. അറിയാം സിനി, എനിക്കിപ്പോ അങ്ങോട്ടൊരു ശ്രദ്ധയും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. 1-2 പ്രൊജക്റ്റുകളിൽ കാര്യമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൂട്ടലല്ല ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മറ്റെന്ത് നോക്കാനായിട്ടാ സമയം കിട്ടുന്നത്? കളരിക്കൽക്കാരുടെ തീരുമാനം അനുസരിച്ച് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഡിവോഴ്സ് നോട്ടീസുമായിട്ട് വരാം.